അതിപുരാതന കാലഘട്ടം മുതൽക്ക് കേരളത്തിലെ പ്രാചീനമായ കാവുകളിലും തറവാടുകളിലും കുടുംബക്ഷേത്രങ്ങളിലും നടത്തിപ്പോന്നിരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗന്ധർവൻ പാട്ട്. ഗന്ധർവ ആരാധനയുടെ ഐതിഹ്യം അതിബൃഹത്തായ ഒന്നാണ്. മണിഖചിത വിഭൂഷാങ്കിതനും സംഗീത ചിത്തനുമായ ഭഗവാനെ ഭക്ത്യാദരപൂർവം പാടി സ്തുതിക്കുന്ന ഒരു പ്രത്യേക അനുഷ്ഠാന ചടങ്ങ് കൂടിയാണ് ഗന്ധർവൻ പാട്ട്. പാർവതീ പരിണയ കാലഘട്ടവുമായി ഈ അനുഷ്ഠാന കലാരൂപത്തിന് അഭേദ്യമായ ഐതിഹ്യബന്ധമുണ്ട്. മഹേശ്വരനായ ശിവനെ ഭർത്താവായി ലഭിക്കണമെന്ന് പർവ്വത നന്ദിനിയായ പാർവതിക്ക് അദമ്യമായ ആഗ്രഹം ഉണ്ടായി. കഠിന തപസ്സിലായിരുന്ന ഭഗവാനോട് തൻ്റെ ഇംഗിതം പറയുവാൻ പർവ്വതനന്ദിനി അശക്തിയായിരുന്നു. സംഗീത സാഹിത്യാദി സുകുമാര കലകളുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ കാമദേവൻ എന്ന ഗന്ധർവനോട് പാർവതി സഹായം അഭ്യർത്ഥിച്ചു. ആശ്രിതവത്സലനായ ഗന്ധർവസ്വാമി ആശ്രയിക്കുന്നവർക്ക് എന്നും അഭയമൂർത്തിയാണ്. അരവിന്ദവും അശോകവും ചൂതവും നവമാലികയും നീലോൽപ്പലവും ബാണങ്ങളായുള്ള മഹാരഥൻ തൻ്റെ പുഷ്പബാണങ്ങളാൽ മഹേശ്വരനായ ശിവന് നേരെ ഒളിയം പെയ്ത് ആ കഠിന തപസ് മുടക്കി. തപസ്സുണർന്ന മഹേശൻ മനോമോഹിനിയായ പാർവതിയിൽ സംപ്രീതനാവുകയും അനുരക്തനാവുകയും പാർവതീ പരിണയം സാധ്യമാവുകയും ചെയ്തു. എന്നാൽ കഠിനമായ തപസ് മുടങ്ങിയ ക്രോധാഗ്നിയിൽ കാമദേവൻ ശിവന്റെ തൃക്കണ്ണാൽ ഭസ്മമാവുകയാണ് ഉണ്ടായത്. എന്നാൽ ലോകേച്ഛയായ ശിവപാർവതീ പരിണയം സാധ്യമാക്കിയ കാമദേവൻ ശിവപ്രഭയാൽ ഭസ്മമായി തീർന്നത് പാർവതിയിൽ അനവധിയായ മനോവിഷമത്തെ ഉണ്ടാക്കി. പതിയെ നഷ്ടപ്പെട്ട രതീദേവിയുടെ അഗാധമായ ദുഃഖവും കണക്കിലെടുത്ത് മഹാദേവൻ അതിനുള്ള പരിഹാരവും അരുളി. ആ ഭസ്മം കൊണ്ട് എത്ര മനോഹരനായിരുന്നുവോ കാമദേവൻ, അത്തരത്തിലൊന്ന് നിർമ്മിച്ചാൽ അതിന് അപ്പോൾ തന്നെ ജീവൻ നൽകാമെന്ന് മഹാദേവൻ കൽപ്പിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യ പെരുമയിലാണ് ഇന്നും കാവുകളിലും കുടുംബക്ഷേത്രങ്ങളിലും തറവാടുകളിലും ഗന്ധർവസ്വാമിയുടെ ഭസ്മകളവും ഗന്ധർവൻ പാട്ടും അതീവ ഉപചാരപൂർവം അനുഷ്ഠാന ചടങ്ങായി കൊണ്ടാടിപ്പോരുന്നത്. ഗന്ധർവൻ പാട്ട് നടക്കുന്ന വേളകളിൽ മുല്ലപ്പൂങ്കാവനത്തിൽ ശിവങ്കല്ല് പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്നതും പാട്ടിന് താളമിടാൻ
ഭഗവാന്റെ വാദ്യോപകരണമായ ഉടുക്ക് ഉപയോഗിക്കുന്നതും ഈ ശിവബന്ധത്താലാണത്രേ. ഭസ്മക്കളത്തിന് പുറമെ മുല്ലകുത്തിപ്പാട്ടെന്നും പൊടിക്കളമെന്നും രണ്ട് വിധാനത്തിൽ ഭഗവാന് അനുഷ്ഠാനങ്ങൾ നൽകി വരാറുണ്ട്. ഏറ്റവും പ്രാചീനമായ എരിച്ചപ്പുറം എന്ന് പറയുന്ന ഒരു വിധാനമാണ് പ്രാചീനതയുടെ കാര്യത്തിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിലവിലുള്ള ആചാരം. പത്മസംഭവനായ ഗന്ധർവസ്വാമിയായും പച്ചക്കുതിരമേലേറിപ്പോകുന്ന കാമദേവനായും സ്വസ്ഥമായി സിംഹാസനത്തിലിരുന്ന് അഭയവരുതമരുളുന്ന ആവൽ ബാന്ധവനുമായൊക്കെ പലതരത്തിൽ ഗന്ധർവന്റെ കളം എഴുതി വരാറുണ്ട്. വർണ്ണാഭമായ പൊടിക്കളം ചമയ്ക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തന്നെ വളരെയധികം സങ്കീർണമാണ്. പന്തലൊരുക്കൽ, ഗണപതിക്ക് വെപ്പ്, മുടിയുർത്തം വീശൽ, തൊപ്പിഭാരം എഴുത്ത്, കുണ്ടളം, കന്നപ്പ് എന്നിവയുടെ നിർമ്മാണം, വണ്ടോട്, പുഷ്പമല്ലി, ദൃക്ക് എന്നിവയുടെ നിർമ്മാണം ഇത്യാദികളിലെല്ലാം അതീവ സൂക്ഷ്മതയും കലാനിപുണതയും ക്ഷമയും അത്യാവശ്യമായ കാര്യങ്ങളാണ്. അഞ്ചിലധികം മണിക്കൂറുകൾ കൊണ്ടാണ് ഗന്ധർവസ്വാമിയുടെ സാമാന്യമായ ഒരു വർണ്ണ പൊടിക്കളം തീർക്കുന്നത്. ചരിത്രപരമായി അതീവ പ്രാധാന്യമുള്ള കേരളത്തിൻ്റെ ഒരു തനത് അനുഷ്ഠാന കലാരൂപമാണ് ഈ ഗന്ധർവൻ പാട്ട്. ഗന്ധർവം സുന്ദരാംഗം മണിഖചിത വിഭൂഷാങ്കിതം സുപ്രസന്നം സ്ത്രീലോലം ഗന്ധമാല്യാധികരണവരുതം ശോഭിതം ശ്യാമളാംഗം സംഗീതാസക്തചിത്തം എന്നാണ് പറയുക. സംഗീത ആസക്തചിത്തനായ ഭഗവാന് ഗന്ധർവൻ പാട്ട് എന്ന് പറയുന്ന ആ സംഗീതം കൊടുത്താണ് പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ആചരിക്കുകയും ചെയ്തു പോരുന്നത്. ഗന്ധർവ സംഗീതം അഥവാ ഗന്ധർവൻ പാട്ടിൻ്റെ വിശദമായ ഉൾക്കാഴ്ചകളെക്കുറിച്ച് നമുക്ക് കൂടുതലായി പിന്നീടൊരിക്കൽ സംസാരിക്കാം.